ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മോർണിംഗ് റൂട്ടീൻ നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രൊഡക്ടിവിറ്റി, മൂഡ്, പിന്നെ ഓവറോൾ വെൽബീയിങ് എന്നിവയെ വളരെ കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കും. നല്ലൊരു മോർണിംഗ് റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചിത്രകാരൻ തൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കുന്നതിന് മുമ്പ് ക്യാൻവാസ് ഒരുക്കുന്നത് പോലെയാണ്. രാവിലെ ഉണർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതും നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നതും തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ലേ? നേരത്തെ എണീക്കുന്നത് തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ്. മറ്റെല്ലാവരും മൂടി പൊതച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഗോൾസിനും ഡ്രീംസിനും വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ വലുതാണ്. നമ്മളുടെ ഗോള് പഠിക്കുക എന്നോ, നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നോ, ബോഡി ബിൽഡ് ചെയ്യുക എന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈഫിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതിനായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. ഫ്രണ്ട്സ്, വെൽക്കം ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് അവർ സീരീസ്, ദ പവർ ഓഫ് എ മോർണിംഗ് റൂട്ടീൻ. മോർണിംഗ് റൂട്ടീൻ ശരിക്കും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവം ആണോ? വിൻ ദ മോർണിംഗ് വിൻ ദ ഡേ എന്നാണല്ലോ ടിം ഫെറിസ് പറഞ്ഞതാട്ടോ. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റൂട്ടീൻ നമ്മളെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനും അതുവഴി പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാനും സഹായിക്കും. മെഡിറ്റേഷൻ, ജേർണലിംഗ് പോലെയുള്ള കാര്യങ്ങൾ മോർണിംഗ് റിച്വൽസിൽ ഉൾപ്പെടുത്തുന്നത് സ്ട്രെസ്സ്, ആൻസൈറ്റി, ഈവൻ ഡിപ്രഷൻ പോലുമുള്ള സാധ്യത കുറയ്ക്കും. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റാൽ നമ്മളുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കുമല്ലോ. ക്ലിയർ മൈൻഡിലാണ് ക്രിയേറ്റിവിറ്റിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ഉടലെടുക്കുക. ഡിസ്ട്രാക്ഷൻസ് ഏറ്റവും കുറവുള്ളതും എനർജി ലെവൽസ് പീക്കായിട്ടിരിക്കുന്നതും രാവിലെയാണ്. സോ വർക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് സമയം രാവിലെ തന്നെയാണ്. ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ്ങും ബൂസ്റ്റ് ചെയ്യാനും അന്നേ ദിവസത്തേക്കുള്ള പോസിറ്റീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റിയും ആൻഡ് ഫോക്കസും വർദ്ധിക്കാനും മോർണിംഗ് റൂട്ടീൻസ് നമ്മളെ സഹായിക്കും. ഒരു റൂട്ടീനിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി മോർണിംഗ് റൂട്ടീനിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് വിൽ പവർ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. Your morning sets the tone for success. What you do every day is what you become. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഓഡിയോ ബുക്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ദെൻ കുക്കോ FM മസ്റ്റായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാനിതിൽ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. ദ മിറാക്കിൾ മോർണിംഗ്, ദ പവർ ഓഫ് ഹാബിറ്റ്സ് ടു ബിക്കം സക്സസ്ഫുൾ, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കോ FMൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, രാവിലെ നേരത്തെ ഉണരുക എന്ന കാര്യം തന്നെ പലർക്കും ബോറിംഗ് ആണ്. പക്ഷെ എല്ലാവർക്കും സക്സസ്ഫുൾ ആവുകയും വേണം. രണ്ടും കൂടി ഒരുമിച്ച് നടക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ച പലരും നേരത്തെ എണീറ്റ് അവരുടെ ഡ്രീംസിന് വേണ്ടി വർക്ക് ചെയ്തവരാണ്. Early to bed, early to rise makes a man healthy, wealthy and wise എന്നാണല്ലോ. അമേരിക്കയുടെ ഫൗണ്ടിംഗ് ഫാദർ, പോളിമാത്ത്, സയൻറ്റിസ്റ്റ്, ഇൻവെൻറ്റർ, സ്റ്റേറ്റ്സ്മാൻ, ഡിപ്ലോമാറ്റ്, റൈറ്റർ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുള്ള അമേരിക്കയുടെ ചരിത്രത്തിലെ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഈ വരികളുടെ ഉടമ. അദ്ദേഹം അത് വെറുതെ പറഞ്ഞതല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? നേരത്തെ ഉണരുന്നത് നല്ലൊരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഹൗ യു സ്റ്റാർട്ട് your day is how you live your day. How you live your day is how you live your life. ലൂയിസ് ഹേ. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നേരത്തെ ഉണരുന്നതിൻ്റെയും മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിൻ്റെയും എല്ലാം ബെനിഫിറ്റ്സ് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. രാവിലെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും എനിക്ക് ഉണ്ടായിരുന്നു. ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, രാവിലെ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വായിച്ചും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തും എല്ലാം കണ്ടെത്തിയ ഓരോരോ ഹാക്സും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അലാറം ദൂരെ വെച്ചു, കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ സ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത് നിർത്തി. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. മാത്രമല്ല, ഞാൻ ഉറങ്ങുന്ന സമയത്തിൻ്റെ അളവ് കൂടുകയും ചെയ്തു. ഉറക്കം നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ സെൽസ് റിപ്പയർ ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ശരീരത്തിൽ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കുന്നതും മെമ്മറി കൺസോളിഡേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഉറങ്ങുമ്പോഴാണ്. പക്ഷേ ഉറക്കം അധികമായാലോ ഹെഡ് ഏക്ക്, കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, മൂഡ് ഡിസ്റ്റർബൻസ്, ഈവൻ മോട്ടിവേഷൻ കുറയുക കൂടി ചെയ്യും. സോ ഉറക്കം കൺട്രോൾ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. അങ്ങനെയാണ് ദ മിറാക്കിൾ മോർണിംഗ് എന്ന ഹാൽ എൽറോഡിൻ്റെ പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ബുക്ക് വായിച്ചപ്പോഴാണ് ശരിക്കും ഞാൻ എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലായത്. നമ്മളുടെ തിങ്കിങ് പാറ്റേൺ ആൻഡ് മൈൻഡ് സെറ്റാണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ മോർണിംഗ് റൂട്ടീൻ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ശരിക്കും നിങ്ങൾ എന്തിനാണ് നേരത്തെ എണീക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി ഉണ്ടെങ്കിൽ മാത്രമേ രാവിലെ ഉദ്ദേശിക്കുന്ന സമയത്ത്
കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയുള്ളൂ. അതിനായിട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. അടുത്ത ദിവസം എന്തൊക്കെ ചെയ്യാനാണോ നിങ്ങൾ പ്ലാൻ ചെയ്തത് അതിനുള്ള എല്ലാം, അടുത്ത ദിവസം ധരിക്കാനുള്ള ഡ്രസ്സ്, പഠിക്കാനുള്ള ബുക്സ്, വർക്ക് ചെയ്യാനുള്ള ലാപ്ടോപ്പ്, മറ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറ്റാക്കിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഉറങ്ങാൻ പോവുക. എൻ്റെ ശരീരത്തിന് 7 മണിക്കൂർ ഉറക്കം മതി. അത്ര ഉറക്കം ലഭിച്ചാൽ തന്നെ എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നാളത്തെ ദിവസത്തെ വെൽക്കം ചെയ്യാനും കീഴടക്കാനും കഴിയും. നാളത്തെ ദിവസത്തിനായിട്ട് ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആണെന്ന് എല്ലാം ഉറപ്പിച്ചങ്ങോട്ട് അഫേം ചെയ്ത് ഒന്ന് കിടന്നു നോക്കൂ. ഉറപ്പായിട്ടും വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ഉണരാനും പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടത്താനും സാധിക്കും. ഇനി ഹെൽ എൽറോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് മോർണിംഗ് റൂട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കടം കൊണ്ട് വളഞ്ഞു നിൽക്കുന്ന, ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് പെട്ടെന്നൊരു ദിവസം നേരത്തെ എണീറ്റ് ജോഗിങ്ങിന് പോകുന്നത്. കുറച്ച് നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ധൃതി പിടിച്ചില്ല. ഒരു പോഡ്കാസ്റ്റൊക്കെ കേട്ട് സാവധാനമാണ് അദ്ദേഹം ജോഗ് ചെയ്തത്. പോഡ്കാസ്റ്റിൽ കേട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അദ്ദേഹം ഒന്ന് ചിന്തിച്ച് നോക്കി. ആൻഡ് ആ ഒരു പ്രോസസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. അദ്ദേഹം ഇതുവരെ വായിച്ചും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് അദ്ദേഹം ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കി. അത് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ് ഫോർ എവർ. അദ്ദേഹം തൻ്റെ റൂട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സേവേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് SAVERS. ഇവ ഓരോന്നും അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഓരോ ഹാബിറ്റ്സ് ആണ്. S സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ്. നമ്മൾ ഒരുപാട് നോയ്സിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്, ശരിയല്ലേ? ഒന്നുകിൽ ചുറ്റുമുള്ള ആളുകളുടെ ബഹളം, അല്ലെങ്കിൽ സോങ്സ്, വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ നല്ല സൗണ്ടുള്ള ഒരു ലോകത്തായിരിക്കും. ആക്ച്വലി ദീസ് നോയ്സസ് ആർ ഡ്രെയിനിങ് അവർ ബ്രെയിൻ. വി നീഡ് സം ടൈം ഇൻ സൈലൻസ്. നമ്മളെ തലച്ചോറിന് ഒന്ന് ഫ്രീ ആവാൻ സൈലൻസ് അത്യാവശ്യമാണ്. നല്ല ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ശാന്തത കൂടിയേ തീരൂ. സോ രാവിലെ ഉറക്കമെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയം സൈലൻസിനായിട്ട് മാറ്റിവെക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം, ഈവൻ വെറുതെ കണ്ണുകൾ അടച്ച് ചുറ്റുപാടുകളെ കേട്ടിരിക്കുകയോ ആവാം. ഇത് നിങ്ങളുടെ മൈൻഡ് കാമാക്കുകയും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. A for affirmations. അഫർമേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. രാവിലെ ഫ്രീ ആയിട്ടിരിക്കുന്ന മനസ്സിൽ തന്നെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് സെൽഫ് എസ്റ്റീം ആൻഡ് മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യും. V for വിഷ്വലൈസേഷൻ. നമ്മളുടെ ഗ്രോത്തിനും ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും വിഷ്വലൈസേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി. E for എക്സസൈസ്. നമ്മളെ മനസ്സും ശരീരവും എനർജൈസ് ചെയ്യാൻ എക്സസൈസ് ചെയ്താൽ മതി എന്നറിയാലോ. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇനി മുതൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിൽ എക്സസൈസ് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. R for റീഡിംഗ്. നിങ്ങൾ വായന ഒരു ശീലമാക്കിയ ആളോ ഇനി ഹാബിറ്റാക്കി ബിൽഡ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളോ ആണെങ്കിൽ അത് നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിൽ ഉൾപ്പെടുത്തുക. രാവിലെയുള്ള വായന പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും ഒക്കെ സഹായിക്കും. S for സ്ക്രൈബിംഗ് അഥവാ ജേർണലിംഗ്. നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് സ്ക്രൈബിംഗ്. ഈ സമയം നിങ്ങൾക്ക് ജസ്റ്റ് റാൻഡം ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതാനോ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനോ നിങ്ങളുടെ ഡ്രീം ലൈഫ് സ്ക്രിപ്റ്റ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. ഇതെല്ലാം എൽറോഡിൻ്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തി അതിൽ നിന്ന് നല്ല റിസൾട്ട്സ് ലഭിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത ഒരു റൂട്ടീനാണ്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം. ബട്ട് നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. സോ ചിലപ്പോൾ നമുക്ക് എഫക്റ്റീവ് ആവുക നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റൂട്ടീനായിരിക്കും. സിമ്പിളായ എഫക്റ്റീവായ എല്ലാവർക്കും മോർണിംഗ് റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് മേക്കിംഗ് യുവർ ബെഡ്. രാവിലെ ഉണർന്ന ഉടനെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബെഡ് ഒന്ന് വൃത്തിയാക്കുക. പുതപ്പ് മടക്കി വെച്ച് ഷീറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് തലയണ കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ റൂമിലെ ഏറ്റവും വലിയ ഒബ്ജക്റ്റ് ഉറപ്പായിട്ടും നമ്മളുടെ ബെഡാണ്, അല്ലേ? അതാണ് നമ്മൾ രാവിലെ ആദ്യമായിട്ട് ക്ലീൻ ചെയ്തത്. അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്ര വലുതായിരിക്കും. മാത്രമല്ല രാവിലെ തന്നെ നമുക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ലഭിക്കുകയാണ്. ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ കാര്യം മാത്രം മതി. നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ട്രാക്ക് യുവർ പ്രോഗ്രസ് ടു. ഒരുപാട് കൂട്ടുകാർ ഈ ഹാബിറ്റ് ഫോർമേഷൻ ജേർണിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഹാബിറ്റ് മോർണിംഗ് റൂട്ടീനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവരുടെ ഹാബിറ്റ്സും മോർണിംഗ് റൂട്ടീനിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നതാവണം എന്നില്ല, ബട്ട് കഴിയുന്നത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, റിമെമ്പർ, നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, മറിച്ച് പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങൾ കുറച്ച് മിനിറ്റ്സ് മാത്രമാണ് ഇൻറ്റൻഷനലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ റൂട്ടീനിൽ മാറ്റി വെക്കുന്നത് എങ്കിൽ പോലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് അതിന് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.